ചുള്ളി ഓടിച്ചാൽ എനിക്കറിയാൻ ചെയ്യേണ്ടത്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ചുള്ളിയോടിട്ടെ നിങ്ങൾ അവിടെ ഇട്ടെ ചുള്ളിയോടിട്ടെ. ഓ എന്റെ വേണ്ട എന്റെ ദേഹത്ത് കൊണ്ടുവേണ്ട. എനിക്കെന്റെ മേലുണ്ട്. എന്റെ കവാലക്കുറ്റി അടിച്ച് പറിക്കും. പിന്നെ കവാലക്കുറ്റി അടിക്കാൻ ഞാനിങ്ങനെ നിന്നേരുവല്ലയോ. അപ്പൊ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവോ? മാങ്ങ പറിക്കാൻ പോവോ? എനിക്ക് വലിയ ആളാണോ? ആണോ ഭർത്താവിനെക്കാളും വലിയ ആളെ ഇപ്പൊ എന്ത് ചെയ്യും? എന്നെ ഇപ്പൊ എന്ത് ചെയ്യും? നമസ്കാരം. ഗ്രാമപ്രദേശങ്ങളിൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിൽ കൂടുതൽ വിറകടുപ്പിലാണ് അവർ പാചകം ചെയ്യുന്നത്. അതിന് വിറക് എവിടെയുണ്ടോ അവരവിടെ വണ്ടി അന്വേഷിച്ച് ശേഖരിച്ചിരിക്കും. അത്തരത്തിൽ രണ്ടുപേർ വിറകും തേടി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാണാം. അത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. ഇപ്പം ഇത് പറക്ക്. ഇതിപ്പോൾ തൽക്കാലം ഇത് പറക്ക്. ഇതിന് 10,000 രൂപയുടെ വിറക് കാണും അല്ലേ? ഇതെല്ലാം കൂടി കാണത്തില്ലേ? നിങ്ങൾക്ക് എന്തോ കച്ചവടത്തിനാണോ? കച്ചവടത്തിനുമല്ല. ഞാൻ പിന്നെന്ത് വിചാരിച്ചു? ഇതോ ഇത് വെട്ടി പിടിക്കണം. വെട്ടി പിടിക്കണം. എന്തോണ്ടാ വെട്ടി പിടിക്കുന്നത്? ചേച്ചി ഇവിടോട്ട് വർക്കിടുക. ചേച്ചി ഇവിടെ അതാകുമ്പോൾ എടുത്തോണ്ട് പോയാൽ എളുപ്പമുണ്ട്. ഇങ്ങോട്ട് വർക്കിടുക. ഞാൻ വെട്ടി പിടിക്കൂടാ. നീ വെട്ടും പോയിക്കൊണ്ട് കളിക്കാം. ചേച്ചി വെട്ടി ചിത്താണ്ടോന്ന് പറയാം. നല്ല ചെമ്പ വല്ലതും ഉണ്ടായിരുന്നു. ഞാൻ പറയും എങ്ങനെ കൊല്ലും. വീട്ടിൽ വെട്ടുന്നുണ്ടോ? അത് ചരിക്കില്ല. എങ്ങനെ കൊണ്ടുപോടാ? ചേച്ചി വിറക് ചേച്ചി മേഡം കൊടുത്തിട്ട് ഇരിക്കുക വന്ന് അല്ലെ ആ സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചേച്ചി പറക്ക് അങ്ങോട്ട് പോയി. ഞാനല്ലേ പിന്നെ ഞാനല്ലേ മേടിച്ച് വെച്ചോ? അല്ല ഇവിടുത്തെ ജോലിക്കാരനാ ആ വീട്ടില്. ഒന്നും അറിയത്തില്ല. നിങ്ങളിത് പെട്ടെന്ന് പറക്ക്. അത് സാറാ. അങ്ങാര് പാവോ. അങ്ങാര് പാവോ. ചേച്ചി നിങ്ങൾക്ക് കച്ചവടത്തിനൊന്നും അല്ലല്ലോ. വിറവ് വേണം സാറ് വിറവ് വേണം. ഇന്നാളെ നീ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് വരാമെന്ന്. പറ്റിയില്ല സാറേ, സമയം കിട്ടിയില്ല. അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് ഗ്യാസൊന്നും ഇല്ലാതെ സാർ. ആ നമുക്ക് അത്യാവശ്യം വേണം. നമുക്ക് അത്യാഗ്രഹമൊന്നുമില്ല. വിൽക്കാനാണോ? ഞങ്ങളോ തീ അരിക്കാനാ സാറ് വീട്ടിലോട്ട് വന്നോ? ഗ്യാസ് ഒന്നും ഇല്ലേ? ഗ്യാസ് ഇല്ല. ഗ്യാസ് ഉണ്ട്, പക്ഷെ സിലിണ്ടർ നിറയ്ക്കാനെ കൊണ്ട് പറ്റിയില്ല. അതിൻ്റെ പൈസ ഇല്ലേ? നീ ഇത് കൊണ്ടുവന്ന് വിൽക്കാനുമല്ലോ ആണ്? അല്ല സാറേ, ഇവർക്ക് ഗ്യാസ് ഇല്ല സാറേ. ഗ്യാസ് ഇല്ലാതെ അതിനകത്തൊരു ചെറിയ കാപ്പി കച്ചവടം നടക്കുന്നുണ്ട്. ആര്? ആ കൊച്ചു. ഞങ്ങൾക്ക് 2 കൂട്ടർക്കാ. നിങ്ങൾ 2 രൂപ എടുത്തോളാണ്? അല്ല, ഞാനങ്ങ് താലൂക്ഷണ അവിടെ ഇപ്പൊ ഈ ചേച്ചിക്കാ
കൊണ്ടുപോകുന്നു. ഞാൻ ഇവിടെ അപ്പുറത്തെ പ്ലാവളത്തറ അവിടെ രണ്ടും കൂടെ വിൽക്കാനുള്ള പരിപാടി തന്നെ. വിൽക്കാനല്ലേ? വിൽക്കാൻ ഞങ്ങൾ കൊടുക്കൂല. വിൽക്കാനല്ലേ? ഇവൻ പിന്നെ അന്ന് വന്ന് ഇവിടെ ഓട്ടം വന്നപ്പം ഇവ എൻ്റെ അടുത്ത് ചോദിച്ചു. സാറേ വിൽക്കാനല്ല, വിൽക്കാനാണ് എന്തിനാ എമ്മോട് വരുന്നേ? അവള് കാണരുത്, അവളിവിടെ ഇല്ല, അപ്പുറത്ത് ഇളയിൽ പോയേക്കാണ്. അവളെന്നെ സമ്മതിക്കില്ല. ഞാൻ പിന്നെ അവൻ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. കുറച്ച് പാവങ്ങളാണ്, വേറെ പറയ്ക്കോട്ടെ സാറേ ജോലിക്കാരെങ്കിലും അല്ലാത്ത അതുകൊണ്ട് തന്നെ ആണ് സാറേ. കാരണം നമുക്ക് ഞങ്ങൾ എന്തെങ്കിലും പാവങ്ങൾക്കാരും കൊടുക്കാന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സാറിനല്ലെങ്കിൽ വന്ന് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരാളോട് പറഞ്ഞാൽ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ കണ്ട് കാണുമ്പോഴേ അതാ പയ്യനെ എനിക്കറിയാം. അവന് ആ സാൽവേഷനാകുന്ന തൊട്ട് കഴിക്കുകയല്ല എൻ്റെ വീടെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവും. അവനെ എനിക്കറിയാം, പരിചയമുള്ളതല്ലേ എനിക്കറിയാം അതിന്. ആരോട് ചോദിച്ചിട്ടാ ഇപ്പൊ ചുള്ളിക്കമ്പ് എടുക്കുന്നത്? ആരോട് ചോദിച്ചിട്ടാ എടുക്കുന്നേ? ഞാൻ സാറിനോട് ചോദിച്ചതാ. ഏത് സാറിനോട്? നമ്മുടെ സാറിനോട്. നമ്മുടെ സാറാ? ഇത് എവിടുത്തെ സാറ്? ആരോട് ചോദിച്ചിട്ട് ചുള്ളിക്കമ്പ് എടുത്ത? ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചിട്ട് ചുള്ളിക്കമ്പ് എടുത്തേ? ഏത് സാറിനോട് ചോദിച്ചതാ പറഞ്ഞത്? വെട്ടത്തി ഇടടാ, വെട്ടത്തി ഇടാ അവിടെ. നീ സാറിനോട് പറഞ്ഞിട്ട് മേടിച്ചില്ലയോ? പിന്നെന്താ ഈ വറ എടുക്കുന്നതിന് എന്തുവാ? ഞാൻ പൈസ കൊടുത്തിട്ട് മേടിച്ചാ ചോദിച്ചു. ആര് പൈസ? സാറിപ്പോ വന്ന് പറഞ്ഞു അത് കുറച്ച് പറിക്കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഏത് സാറ് പറഞ്ഞു? ഇപ്പൊ ഇവിടെ വന്ന് നീയല്ലേ, ആരാന്ന് എനിക്കറിഞ്ഞൂടാ. ആരായാലും വീട്ടിൽ പെണ്ണുങ്ങളുണ്ട്, പെണ്ണുങ്ങൾ ചോദിക്കണം വേണ്ടയോ? നമുക്കറിയത്തില്ലല്ലോ. ഹരി നീ അല്ലേ വിളിച്ചോണ്ട് വന്നേ? ഞാൻ സാറിന് പൈസ കൊടുത്തതാ ചേച്ചി. ആർക്ക് ദൈവം പറയുന്ന കള്ള വന്നില്ലേ? ചുമ്മാതെ എന്റെ സമയവും പോയി. നീ പറയാൻ ഞാൻ വീട്ടിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ. അയ്യോ, എന്നാ പിന്നെ ആ കാര്യങ്ങൾ അങ്ങ് ചെയ്താ പോരായിരുന്നോ? ഞാൻ മാഡത്തിനോടല്ല പറഞ്ഞു, ഞാൻ അവനോടാ പറഞ്ഞു. എന്തുവാ? ഞാനേ നിങ്ങളോട് ആര് പറഞ്ഞു ചുള്ളിക്കം പിടിക്കാനെന്ന്? ഹരി നീ ചുമ്മാ ആവശ്യമില്ലാതെ നിനക്ക് ബാ, ഞാൻ പോവാ. ചേച്ചി അതല്ല ചേച്ചി, എവിടേക്ക് ഞാൻ മേടിച്ചിട്ട് ചേച്ചി. ചേച്ചി എവിടേക്ക് വാ ഇങ്ങോട്ട്. പിന്നെ അങ്ങനെ ഒരു പാവം പിടിച്ച മനുഷ്യനാ ഇവരിങ്ങനെയൊക്കെ പറയും. എന്റെ പൊന്നെ സാറ് ഒരു ശകലം വിറവിന് വേണ്ടിട്ട് നമ്മൾ അത്യാവശ്യം അല്ലാതെ നമ്മൾ കാശ് മേടിക്കാനൊന്നും അല്ല. എവിടെ കൊണ്ടുപോകുന്നു? എവിടെ കൊണ്ടുപോകുന്നു? നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞ പിടിച്ചോളാൻ പറഞ്ഞു. അത് കേട്ടാ മതി. നിങ്ങൾ വെട്ടിയെടുത്തോണ്ട് വന്നാ വെട്ടിക്കരി കൊടുക്കണം. ആരെ വെട്ടും? നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ഞാൻ അവിടെ വെട്ടും. എന്താ പറഞ്ഞു? ഞാൻ ആരുടെ വീട്? ചുമ്മാ സംസാരിക്കടാ. ആരുടെ വീട്? ആരുടെ വീട്? ഇതെന്റെ വീടാ, ഇതെന്റെ വീടാ, എന്റെ അച്ഛൻ. അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇത് എന്റെ വീടാ, പറഞ്ഞ മനസ്സിലായോ? ഇതേ ഇങ്ങോട്ട് നോക്കിയേ, ഇതേ വെളിയില്ല. പക്ഷെ പുള്ളി അവിടെ നിന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയാ. പുള്ളി അത്രമാത്രം ബഹുമാനിച്ചു. അയ്യോ, ഇവിടെ എനിക്ക് ബഹുമാനം ഒന്നുമില്ല, എന്നെ ബഹുമാനിച്ചു. ഈ പെണ്ണുങ്ങളെ കണ്ടാണ് നിങ്ങൾ, ഈ പെണ്ണുങ്ങളെ കണ്ടാ നിങ്ങൾ എന്റെ ഈ പെണ്ണുങ്ങളെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ ഇപ്പൊ എടുത്ത് വെട്ടിക്കോളാൻ പറഞ്ഞല്ലോ. നമ്മളിപ്പോ വേറെ ആടെ അയ്യത്ത് വന്ന് അങ്ങനെ ചെയ്യാൻ നിനക്ക് ക്യാഷ് കൊണ്ടുപോകുമ്പോ നിന്നിട്ട് പോയിക്കാനോ? അത് എന്നിട്ട് പുകയ്ക്കോ പുകയ്ക്കാതിരിക്കൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ഈ ചുള്ളിക്കമ്പ് പൊടിച്ചാലാ ദേ നിങ്ങളെ ഞാൻ വിട്ടു. ഈ ചുള്ളിക്കമ്പ് ഈ ചുള്ളിക്കമ്പ് എടുത്താലും മനസ്സിലായില്ല. കൊട്ടാരത്തിക്കാരി പറയല്ലേ നീ ആരായാലും സാറേ, ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭർത്താവ് പറയുന്നതിന്റെ ഞങ്ങളുടെ ഭർത്താവിന്റെ കാലിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. അല്ലാതെ സാറ് ഈ പെണ്ണി നാണമില്ലേ സാറേ? അല്ല അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ വേണ്ട. ജയിലിൽ പോണോ? നമുക്ക് വെറുതെ വേണ്ട ഹരി. ചുമ്മാ നാണം കെട്ട ആൾക്കാരുടെ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്റെ ജോലിയും മെനക്കെട്ട് എനിക്ക് സാറിനോട് സത്യം പറഞ്ഞില്ല, എനിക്ക് ഗ്യാസ് എടുക്കാൻ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പൊ ഇവനോട് ഞാൻ പറഞ്ഞാ എനിക്ക് ഇച്ചിരി വിറവ് വേണം. അതിന് പറയുന്ന വായിച്ചു എന്നോട് ഇച്ചിരി വിറവുണ്ട് വായിച്ചു. നമ്മളൊക്കെ പാവങ്ങളായിട്ടാ ജീവിക്കുന്നത്. എന്തിന്റെ കേട്? നിനക്ക് എന്തിന്റെ കേടാ കൊച്ചേ? അല്ല നിനക്ക് എന്തിന്റെ കേട്? നിനക്ക് എന്തിന്റെ കേട്? സംസ്കാരമില്ലാത്ത രീതി സംസ്കാരിക്കാതെ കൊച്ചുങ്ങളെ നിങ്ങളൊക്കെ. എനിക്ക് സംസ്കാരം കുറവാണ്. ഞാനാണോടെ സംസാരിച്ചത്? അവരോട് സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നത്. ചേച്ചി ഇവർക്ക് രണ്ടടിയുടെ അവകാശമുണ്ട്. നേരെ മറിച്ച് നമ്മൾ ആണുങ്ങളായിട്ടാ. എന്താമോ ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരിക്കണം. ഞാൻ അധ്വാനിച്ചാണ് ആ വീട്. അധ്വാനിച്ചാലും അധ്വാനിച്ചില്ലെങ്കിലും ഞാനാണെന്ന് പറഞ്ഞു ഒരുത്ത അതിനകത്തുണ്ട്. ആണെന്ന് വീട്ടില് വില ഇല്ല. ഞാൻ പറഞ്ഞാല് ഇവിടെ ആൾക്കാർ നിൽക്കണം. ഇവരെ മുമ്പ് വെച്ച് നിന്നെ കൊച്ചാക്കി കളഞ്ഞ് നീ പറയാം. നിങ്ങളൊന്ന് കൊച്ചാക്കി നോക്കും. ഇവരുടെ മുമ്പിൽ നിങ്ങൾ അടിക്കും. ഞാൻ
ഇവരുടെ മുമ്പിൽ അടിക്കുക അറിയാലോ. ഞങ്ങളുടെ മുന്നിൽ ഇട്ട് എന്തായാലും സാധനം അടിക്കരുത്. അല്ല നിക്കേ, ഞങ്ങളുടെ മുന്നിൽ ഇട്ട് നീ സാറിന് എന്ന് തൊട്ട് കൊടുക്കും. നിന്റെ ഭർത്താവാ. നീ എന്റെ ഭർത്താവിനെ എന്ത് ചെയ്യണം എന്ന് ചെയ്യും ഞാൻ തീരുമാനിക്കും. ഞങ്ങൾ പെണ്ണുങ്ങൾ ആരാണെന്ന് സംസ്കാരം ഇല്ലാത്ത വേണ്ട, നിങ്ങൾ എടുത്തിട്ട് പോയാൽ മതി. ചേച്ചി പറക്ക്. ഞാൻ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് 5 പൈസ വാങ്ങാൻ. എവിടെ? എന്താ എനിക്ക് കേട്ടില്ല. ഫ്രീ ആയിട്ട് ഇവർക്ക് ഞാൻ കൊടുത്തു. എവിടുന്ന് കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട്? ഞാൻ ഇവരെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി പിന്നെ ഇതിന്റെ ഇടയിട്ട് കത്തിച്ചാൽ പോലും ഞാൻ ചോദിക്കും. അതെ, ഇവരെന്നെ കത്തിക്കുവോ നിങ്ങളെ ഞാൻ കത്തിക്കുവോ എന്നുള്ളത് നമുക്ക് ഇത് രണ്ടും തീരുമാനിച്ചിട്ട് ഞങ്ങൾ വരട്ടെ കേട്ടാ. പെണ്ണുങ്ങളെ കേട്ട പോലെ ഇളക്കം. നിങ്ങൾ ആണുങ്ങൾ പറയുമ്പോ കേട്ട് ചുള്ളിക്കാൻ എടുക്കാൻ വന്നിരിക്കണോ നിങ്ങള്? അത് ഞങ്ങൾ അറിയത്തില്ലായിരുന്നു നിങ്ങൾ ഇവിടെ എന്റെ പെൺഭരണം ആൺഭരണം എന്തും ആയിക്കോട്ടെ. എനിക്ക് ഞാൻ പൈസ മേടിച്ചൊക്കെ അവിടെ പൈസ മേടിച്ചിട്ട് എടുക്കാം. നിങ്ങൾ നിന്നെ ആര് പറഞ്ഞ ഈ പറ കൊണ്ട് ഉണ്ടാക്കാനായിട്ട്? ഓ ആയിക്കോട്ടെ, അതിലൊന്നും ഞാൻ പറഞ്ഞോ? ഞാൻ അളവും കോലൊന്നും എടുക്കാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? നിങ്ങളെ ചുള്ളിക്കാൻ വേണ്ടിട്ടുണ്ടോ? എനിക്കത് അല്ല നിങ്ങളെ വീട്ടിൽ കൊണ്ട് വിട്ടേക്കുന്നേ വേറെ. ഞാൻ പൈസ കൊടുത്ത് എന്റെ പറമ്പിൽ കിടക്കുന്ന ചുള്ളിക്കാൻ എടുക്കേണ്ട എന്താവശ്യമാണെന്ന് ചോദിക്കുന്നത്? നാട്ടുകാര് വേണ്ട. നാട്ടുകാർ എന്നോട് ചോദിക്കാൻ വന്ന ഇവർ അന്നേരം അറിയും. നാട്ടുകാർ ചോദിക്കാൻ വന്നല്ല. നാട്ടുകാരെ പേടിയില്ല. നാട്ടുകാർക്ക് എന്നെ പേടിയാ. ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. എന്റെ ദേഹത്തോ എന്റെ കയ്യിലോ നീ പിടിച്ച പിന്നെ കളി അങ്ങ് മാറുവേ മോളെ. പിന്നെ ആരാ എന്തുവാന്നൊക്കെ പിന്നെ ഞാൻ ആലോചിക്കത്തുള്ളൂ. പറഞ്ഞേട്ടല്ലോ. നീ ചുള്ളിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. നിന്റെ ആവശ്യത്തിന് ഒരു ശകലം പറ എടുത്തോണ്ട് ഭർത്താവ് പലതും പറയും. ഭർത്താക്കന്മാര് പറയുന്നത് കേട്ടോണ്ട് അങ്ങനെ തുള്ളാൻ നിൽക്കരുത്. വിളിച്ചോണ്ട് വാ. ചെല്ല് ഈ ചുള്ളിക്കാൻ വേണ്ടി മാറിക്കേ. ചുള്ളിക്കാൻ വേണ്ടി മാറേ. ഞാൻ 1000 രൂപ പറയുന്നേ മര്യാദക്കട പൈസ ഇല്ലെങ്കിൽ നീ നടി വാങ്ങി. അത് ശരി പറഞ്ഞേട്ടല്ലോ. ചുമ്മാ കൂടെ വന്ന പൈസ അത് വാങ്ങിച്ചോണ്ട് നീ പറഞ്ഞ ഈ മേലെ നീ അങ്ങോട്ടും വിളിച്ചേക്കത്തില്ല. ഇന്നത്തോടെ കൂടി നിർത്തി. നിങ്ങൾ സംസ്കാരം ബോധമില്ലാത്തവനോടൊന്നും സംസ്കരിക്കാനും പറയാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. പറഞ്ഞേട്ടല്ലോ. മര്യാദക്ക് 1000 രൂപ വന്നു. ഈ ചുള്ളിക്കാമ്പ എടുക്കരുത്. ഇത് വേറെ വല്ലതും വരും. ഈ വട്ടക്കമ്മ നിങ്ങൾക്ക് എന്തിനാ? അമ്പലത്തിൽ ഞാൻ ഒന്നാമത് വ്രതം വെച്ച് ഞാൻ കുളിച്ചത് പോലും ഇല്ല. ഇന്നോട് ഇത് എടുക്കരുത്. ഇന്നോട് എടുക്കരുത്. പറഞ്ഞോ നിങ്ങളെ തല്ലുന്ന നീ മര്യാദക്ക് നീ വരുന്നോ? ഇന്നേരം നീ തമാശ എടുക്കരുത്. എല്ലാവരും അടി കൊണ്ടുണ്ട് നമുക്ക് പറക്കാൻ പറ്റും. നീ ഒരു കാര്യം ചെയ്യ്. നീ വരുന്നുണ്ട് എന്റെ കൂടെ. എനിക്ക് എങ്ങോട്ടാ പോകേണ്ടത് എനിക്ക് അറിയാണ്ട് അറിഞ്ഞൂടാ. എനിക്ക് വഴി അറിയത്തില്ല. എനിക്ക് ഇങ്ങോട്ട് വരാൻ അറിയാതെ അവിടെ എന്നെ നിങ്ങൾ ഈ ചോദിച്ചിട്ട് ഈ സാധനം എടുത്തിട്ട് പോകാൻ ആവശ്യം ഇത്രയും ഓടിച്ചു നോക്കണ്ട. ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട്? നിന്റെ അണ്ണാക്കനകത്തോട് വെച്ച് മൂടടി. ഓ മൈരേ മനസ്സിലായോ? എനിക്ക് മനസ്സിലായോ? ഓയ്യോ മനസ്സിലായി. എന്നെ സംസ്കാരം പഠിപ്പിച്ചോ? അപ്പൊ നിന്റെ സംസ്കാരം മനസ്സിലായി. അല്ല അത് പറഞ്ഞു പറയിപ്പിച്ചേ കാര്യം പറയുന്നത് എന്താണ് നിനക്ക് ഇത്ര സോക്ക? നിന്റെ ഭർത്താവിനെക്കാട്ട് വലിയ സോക്കടാ നിനക്ക്. നീ ചെല്ല അവന്റെ ഇരിക്കലോട്ടെ ചെല്ലേ. ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഭർത്താവിനെ ഉണ്ടല്ലോ മര്യാദയ്ക്ക് അന്തസ്സായിട്ടും ബഹുമാനിച്ചും ജീവിച്ചു വളർന്നു. നിന്റെ കണ്ണടിച്ചാ പറക്കടക്കി പോടാ. അല്ലേ എന്തൊരു സംസ്കാരത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയോ? നീ ഞെട്ടോ? നീ കേട്ടിട്ടില്ല? ഒന്നും കേട്ടിട്ടില്ല. കേൾക്കണോ നിനക്ക് വല്ലോ? കേൾക്കണോ? എന്റെ വസ്തുവിനൊന്നും ഇറങ്ങാൻ പറയുന്ന ഞാൻ പിന്നെ തലമുടി അടിച്ചാൻ പൊട്ടിക്കും. ഇതങ്ങ് ഗോകർണത്ത് വന്ന് നിക്കുക. ഓ പിന്നെ അവിടെ ഞാനിപ്പോ എല്ലാം കൂടെ പിന്നെ അരി നീ പോടാ. ഞാൻ പറയാം എന്റെ മറുപടി. അതിന്റെ കുഴപ്പമാ. ബാഗ് പറന്നുപോയി. ഇവളെടുത്തായിരിക്കും കള്ളി. കള്ളി ചുള്ളി ഒടിക്കരുതെന്നാ പറഞ്ഞത്. ഓടിക്കണം. ഞാനിത് കൊടുക്കാൻ വെച്ചേക്കുന്ന സാധനം. നിനക്ക് എന്തിന്റെ അസുഖം? അങ്ങനെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ എന്തിനാ ചുള്ളി അടിക്കാൻ പറഞ്ഞ? ചുള്ളി അടിക്കണ്ട.
നിങ്ങളിത് അങ്ങനെ വാക്കിട്ട് നിങ്ങൾ ചുള്ളി അടിക്കാൻ ചുള്ളി അടിച്ചാൽ എന്ത് ചെയ്യും? ഏ? ചുള്ളി അടിച്ചാൽ ചുള്ളി ഓടിച്ചാൽ എനിക്കറിയാൻ എന്താ ചെയ്യേണ്ടത്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ചുള്ളിയോട് ഇട്ടേ, നിങ്ങൾ അവിടെ ഇട്ടെ, നിങ്ങൾ അവിടെ ഇട്ടേ, ചുള്ളിയോട് ഇട്ടെ. ഓ എന്റെ വേണ്ട, എന്റെ ദേഹത്ത് കൊണ്ടുവേണ്ട. എനിക്ക് എന്റെ മേലെന്ത് വാലക്കുറ്റി അടിച്ച് പറിക്കും. ആ പിന്നെ കവാലക്കുറ്റി അടിക്കാൻ ഞാനിങ്ങനെ നിന്നരുവല്ലോ. അപ്പൊ എന്റെ കൈ മാങ്ങ പറിക്കാൻ പോവോ? മാങ്ങ പറിക്കാൻ പോവോ? എനിക്ക് വലിയ ആളാണോ? ആന്ന് ഭർത്താവിനെക്കാളും വലിയ ആളെ. ഇപ്പൊ എന്ത് ചെയ്യും? എന്നെ ഇപ്പൊ എന്ത് ചെയ്യും? മതിയായോ? മതിയായോ? ഉറവ് വേണോ? മതിയായി. മതിയായോ? അഹങ്കാരത്തെ കയ്യും കാലും വെച്ചങ്ങ് വളർന്നേക്കുവാ പെണ്ണുങ്ങള്. എന്താ ഇത്? 2 വിറവല്ലേ എടുത്തുള്ളൂ? ഈ മണ്ണെടുത്തോണ്ട് പോയില്ലല്ലോ അമ്മേ. പെണ്ണുങ്ങൾക്ക് ഒരു പേരുണ്ട്. എന്തുവാ? അറിയാവോ? എന്തുവാ? ആണുങ്ങളെ അനുസരിക്കാത്ത പെണ്ണുങ്ങൾ പറഞ്ഞൊരു പേര് അതെനിക്ക് അറിയില്ല. ഇല്ലയോ? അത് അറിയണം. ഭർത്താവിനോട് ചോദിക്കണം അതെന്തുവാണെന്ന്. ചോദിക്കണ്ട. ഹലോ, എന്നെ തെല്ലിട്ടതും പോരാ. എന്താണ് ഇവിടെ നിങ്ങളുടെ ഞാൻ ചുള്ളി ഓടിച്ചോളാൻ തന്നെ പറഞ്ഞു. അതെ, എന്നിട്ട് എന്റെ ഭാര്യയുടെ തെള്ളിട്ട് അടിച്ചാൽ ഭാര്യയുടെ വായിരിക്കുന്ന നല്ലതുകൊണ്ട് അടിച്ചത്. ചുമ്മാ അടിക്കത്തില്ലല്ലോ ഒരാള്. ചുമ്മാ അടിക്കുവോ? എന്നാ സാറിന് എന്താ ഞാൻ അടിക്കാത്ത ഇമ്മാതെ? എന്നെ അടിച്ചാൽ അറിയും. ഇവര് പറയൂ. എന്നാ ഭാര്യയോട് മര്യാദക്ക്. സാർ മര്യാദക്കില്ല ഞങ്ങൾ സംസാരിച്ചേ. അറിയില്ലല്ലോ. ഇതാണോ ഓണ്ടെന്ന് തട്ടുന്നു, എടീന്ന് വിളിക്കുന്നു, പൊടിന്ന് വിളിക്കുന്നു. എനിക്ക് നല്ലൊരു പേരുണ്ടെന്ന് ഫസ്റ്റിലെ പറഞ്ഞു കൊടുത്തു. എന്റെ പേര് ഉഷ എന്നാണ്. ഉഷ ചേച്ചി. അതെ. ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാമാണ്. ഇതേ അല്ലാതെ ഇത് ചുള്ളി ഓടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നൊന്നുമല്ല. ഇതൊരു ആർട്ടിസ്റ്റാണ്, ഞാനും ആർട്ടിസ്റ്റ്. ഇവരെല്ലാം കൂടെ ഇവരൊക്കെയാണ് മെയിനായിട്ട് നിങ്ങളെ കൊണ്ട് ചതിച്ചത്. ആരാണ്? അനിയത്തി. അനിയത്തിയാണ്. കാരണം പിന്നെ അവിടെ മുഖത്ത് നോക്കണ്ട, അതുകൊണ്ടാണ്. അല്ല ഇതില്ലെന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. എനിക്കങ്ങ് ഞാൻ അങ്ങ് ക്ഷമിക്കുന്ന ആളെ. പക്ഷെ ക്ഷമ കെട്ട് കഴിയുമ്പോ അവക്കറിയാം. ഞാൻ അറിഞ്ഞെന്തായാലും. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ താമസിക്കാം. എന്റെ ഭർത്താവ് ഇല്ല, മക്കൾ 2 ഇല്ല. ബാംഗ്ലൂര്. ഇവളാ അനിയത്തിയാ. പിന്നെ ഇവനെ വിളിച്ചാ വരും. എപ്പോഴും എന്നെ സഹായിക്കും. ഇതൊക്കെ ബിഗ് പ്രാങ്ക്സ് എന്ന പ്രാങ്കുമായിട്ട് നിൽക്കുന്നത് കോട്ടപ്പുറത്താണ്. അപ്പോൾ കോട്ടപ്പുറത്ത് ചേച്ചിയുടെ പേരുന്ന ഉഷ ചേച്ചിയാണ് ഇന്ന് പ്രാങ്ക് ചെയ്യിച്ചത്. പ്രാങ്ക് ചെയ്യാൻ കൊണ്ടുവന്നത് നമ്മുടെ താരവും പിന്നെ സ്വന്തം സഹോദരിയാണോ? അനിയന്റെ ഭാര്യയും കൂടെ ചേർത്തിട്ടാണ് കൊണ്ടുവന്നത്. കുറേ ചുള്ളി കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ ചെന്ന് പറക്കാം. കുറേ എല്ലാം കൂടെ ഒരു ലോഡ് കൂടുതൽ വരുമെന്ന് പറഞ്ഞല്ലേ? 2-3 ട്രിപ്പ് അടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഹസ്ബൻഡിന് കൊടുക്കാൻ സമ്മതം, വൈഫിന് കൊടുക്കാൻ സമ്മതമല്ല. അങ്ങനെ അത് അവസാനം അടിയിൽ കലാശിച്ചു. എന്തോന്ന് ഇങ്ങനെ ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ പ്രശ്നം ഒത്തുപോകാൻ ഭയങ്കര പാട് തന്നെ. ഒത്തുപോകാൻ ഭയങ്കര പാടാണ്. ഇപ്പോഴും ആണുങ്ങളുടെ താഴെ വേണം പെണ്ണുങ്ങൾ ജീവിക്കാൻ. അങ്ങനെ ഇപ്പൊ ആരും നിക്കാറില്ല. ഇല്ല, അതങ്ങനെ വേണം. അങ്ങനെയാണ് സംഭവം. എങ്കിലേ നമ്മൾ കരകയറാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ആർക്ക് കരകയറാൻ പറ്റും? ആണുങ്ങൾക്ക്, 2 കൂട്ടർക്കും. അപ്പൊ എന്തായാലും ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. ചേച്ചി കുറച്ച് സമ്മാനങ്ങളുണ്ട്, വാങ്ങണം. അതിനായിട്ട് SK ശ്രീകുമാർ സൗദി നൽകുന്ന ഒരു ക്യാഷ് പ്രൈസ്. ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണാർക്കാട് വട്ടിയൂർക്കാവ് നൽകുന്ന സമ്മാനം. കോശി യുറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന സമ്മാനം. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരാളെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. രതീഷ് അത്യാവശ്യം അഭിനയിക്കുകയും ചെയ്തു. പുള്ളിയാണ് ഇവിടുത്തെ ഈ സാഹചര്യങ്ങളെല്ലാം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാക്കി തന്നതും. പുള്ളിയുടെ വകയാണ്. പുള്ളി കുറച്ച് ചുള്ളി ചേച്ചിക്ക് കൊടുത്തു വിടും അല്ലേ? കൊടുത്തു വിടും. ഓക്കെ, എന്തായാലും കുറച്ച് വിറക് കൊണ്ടുപോകണം. എല്ലായിടത്തും പോകാൻ പറ്റില്ല. ഇത് ഓരോരുത്തർ കൊടുത്തിട്ടൊക്കെയാണെന്ന് പറഞ്ഞു. എങ്കിലും കുറച്ച് വീട്ടിൽ കത്തിക്കാനുള്ള ആവശ്യത്തിന് കുറച്ച് തന്നുവിടും. ഓക്കെ, സന്തോഷമായല്ലോ? സന്തോഷം. ഓക്കെ.